ഒരു മാസം മുഴുവൻ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് നമുക്ക് കിട്ടുന്ന ഒരു വരുമാനം 2-3 ദിവസത്തിനുള്ളിൽ നമ്മുടെ അക്കൗണ്ടിൽ തീർന്നു പോകുന്നത് നമ്മൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ അവർക്ക് ചിന്തിച്ചറിയാം അവർ ശരിക്കും ഒരു ലൂപ്പിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയെന്ന്. ഞാനും ഒരു സമയത്ത് അങ്ങനെ ഒരു ലൂപ്പിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരുന്ന ആളാണ്. എനിക്ക് കൃത്യമായിട്ടൊരു വഴി, എനിക്ക് ഒരു ഗൈഡൻസ് കിട്ടിയപ്പോഴാണ് എനിക്ക് ശരിക്കും ആ ഒരു ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് എനിക്ക് സാധിച്ചത്. നിങ്ങൾ ആ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളെനിക്ക് സഹായിക്കാൻ പറ്റും. നമുക്കറിയാം ഇത് ഒറ്റ ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല. പക്ഷേ നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് കിടക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ വീഡിയോയുടെ ഒന്ന് പോസ് ചെയ്തിട്ട് പോയി ഒരു പേപ്പറും പേന എടുത്തതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ആ പേപ്പറിലേക്ക് ഒന്ന് എഴുതുക. നിങ്ങൾക്ക് കഴിഞ്ഞ മാസം എത്ര രൂപ വരുമാനം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അത് നിങ്ങൾ കൃത്യമായിട്ട് ആ പേപ്പറിലേക്ക് ഒന്ന് എഴുതാം. ഇതെന്തിനാണ് എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ എന്തൊക്കെ സാലറി വന്നിട്ടുണ്ട്, ഇപ്പോൾ സാലറി ആയിരിക്കും, ഇൻസെൻറ്റീവ് ആയിരിക്കും, എന്തെങ്കിലും ഇപ്പോൾ പറമ്പിൽ നിന്നുള്ള വരുമാനങ്ങൾ കാര്യങ്ങളുണ്ടാവും. ഇതെല്ലാം കൃത്യമായിട്ട് നമ്മൾ അതിനകത്തേക്ക് ഒന്ന് നോട്ട് ചെയ്യാം. നിങ്ങൾക്ക് സമയം വേണമെങ്കിൽ സമയം എടുക്കാം, അതിനുശേഷം അതൊന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, രണ്ടാമത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ചിലവുകൾ കാര്യങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് അതിൻ്റെ അപ്പുറത്ത് തന്നെ നോട്ട് ചെയ്യാം. ഇപ്പോൾ വീട്ടു ചിലവുകളുണ്ടാവും, അതുപോലെ കറണ്ട് ബില്ലുണ്ടാവും, വെള്ളത്തിൻ്റെ ബില്ലുണ്ടാവും, പിന്നെ ഇൻ്റർനെറ്റ് ബില്ലുണ്ടാവും, ഫോൺ റീചാർജ് ഉണ്ടാവും, ഹോസ്പിറ്റൽ ബില്ലുകളുണ്ടാവും, EMIകളുണ്ടാവും. എന്തൊക്കെ ബില്ലുകളുണ്ടെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അതെല്ലാം കൃത്യമായിട്ട് എഴുതാം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് വലിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് പൈസ ചിലവാക്കുന്നത് നിങ്ങൾക്കറിയാം. നിങ്ങളിതെല്ലാം നിങ്ങളുടെ മൈൻഡിലുണ്ടാവും. പക്ഷേ ഇത് നിങ്ങളൊരു പേപ്പറിലേക്ക് എഴുതുക. പേപ്പറിലേക്ക് എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിനകത്ത് ആവശ്യമില്ലാത്ത ചിലവുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഈ വീഡിയോ ഇവിടം വരെ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ വേറൊരു ടിപ്പോടെ തരാം. ഇത് ഞാൻ പ്രാക്ടീസ് ചെയ്ത് സക്സസ് ആയൊരു ടിപ്പാണ്. പല ആളുകളും എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് അക്കൗണ്ടുകൾ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ അല്ലാത്തവരാണെങ്കിലും എത്രയും പെട്ടെന്ന് പുതിയൊരു അക്കൗണ്ട് എടുക്കാം. നമുക്ക് സാലറി കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എത്രയും പെട്ടെന്ന് ഇപ്പോൾ 10,000 സാലറി വരുന്നവരുണ്ടാവും, അതുപോലെ 1 ലക്ഷം 2 ലക്ഷം രൂപയൊക്കെ സാലറി വരുന്നവരുണ്ടാവും. അപ്പോൾ എത്ര രൂപ സാലറി വരുന്നവരാണെങ്കിലും അതിൽ നിന്ന് നമുക്ക് ആ സാലറി ക്രെഡിറ്റ് ആവുന്ന സമയത്ത് തന്നെ ഒരു 10%, മിനിമം ഒരു 10% നമ്മൾ ആ ഒരു അക്കൗണ്ടിലേക്ക് മാറ്റണം. ഇപ്പോൾ 10,000 സാലറിക്ക് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അതിൽ നിന്ന് ഒരു 1,000 രൂപ അങ്ങോട്ട് മാറ്റി വയ്ക്കാം, ബാക്കി 9,000 രൂപയ്ക്ക്. ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കിട്ടിയിരിക്കുന്ന ഒരു ടൂളുണ്ടല്ലോ, ഇപ്പോൾ ഞാൻ ആ എഴുതാൻ പറഞ്ഞ് അത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ ഒരു 9,000 രൂപയ്ക്ക് നിങ്ങൾക്ക് എങ്ങനെ ആ ഒരു മാസം കൊണ്ടുപോകാൻ പറ്റുന്നുള്ളൊരു ഐഡിയ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഒരു പേപ്പർ എഴുതാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് കിടക്കാൻ പറ്റും. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ ഞാൻ ഇതിൻ്റെ താഴത്ത് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് കോൾ ചെയ്യുകയോ എങ്ങനെയാണെങ്കിലും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ സഹായങ്ങളെല്ലാം ഉണ്ടാവും. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോയുടെ കമൻറ്റിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്നുള്ളത് ആത്മാർത്ഥമായിട്ട് ഒന്ന് രേഖപ്പെടുത്തും. അതപ്പോൾ ബാക്കി വരുന്നവർക്ക് ഈ വീഡിയോ കാണാനായിട്ടൊരു പ്രചോദനമാവും. ഓക്കെ, താങ്ക് യു.